ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോൾ രണ്ടുപേരും അവരവരുടെ ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടടുത്ത് വിട്ടുവീഴ്ച ചെയ്തു പരസ്പര സഹകരണത്തോടെ കുടുംബത്തിൻ്റെ നെടുന്തൂണുകളാകേണ്ടവരാണ് ഭാര്യയും ഭർത്താവും. അതേസമയത്ത് ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചില അസ്വാരസ്യങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടാവുക സ്വാഭാവികമാണ്. അതൊരൊറ്റ അടിക്ക് നീ നന്നാക്കാൻ ശ്രമിക്കരുത് എന്ന കൽപ്പനയുണ്ട്. ഒറ്റയടിക്ക് തൻ്റെ ഇണയെ, തൻ്റെ ഭാര്യയെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞാൽ അത് ത്വലാഖ് സംഭവിക്കുക എന്നാണ്. എന്നാൽ ആ വിവാഹത്തിൻ്റെ കരാറ് ശക്തമായ ഒരു കരാറാണ്. അതിനെ നിസ്സാരമായി കാണാൻ പാടില്ല. ഒന്ന് കല്യാണം കഴിക്കുക, പിന്നൊന്നൊഴിവാക്കുക, പിന്നൊന്ന് കിട്ടുക, പിന്നൊന്നൊഴിവാക്കുക എന്നതൊന്നും ഒരു അഭികാമ്യമായ ശരിയായ രീതിയല്ല. ആവശ്യമാണെങ്കിൽ ത്വലാഖ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ വിവാഹവുമായി ബന്ധപ്പെട്ട മര്യാദകൾ പഠിപ്പിച്ചതുപോലെ ത്വലാഖുമായി ബന്ധപ്പെട്ടും മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സമൂഹത്തിൽ ഈ വിഷയത്തെ ഗൗരവമായി കാണാതിരിക്കുകയും ആധുനിക യുഗത്തിൽ ഡിവോഴ്സുകളുടെ, വിവാഹമോചനത്തിൻ്റെ മഹത്തായ ആധിക്യത്തിൻ്റെ പ്രസരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മതവിധികൾ എന്തെന്ന് പഠിക്കാത്തത് കൊണ്ട് എത്രയോ മനുഷ്യർ ജീവിതത്തെ വല്ലാതെ മതത്തിൽ നിന്ന് അതിൻ്റെ നിയമങ്ങളെ പഠിക്കാത്തത് കൊണ്ടുണ്ടായ പരിക്കുകൾ തലമുറകളായി ശേഷിക്കുകയാണ്. സൂറത്തുൻ നിസാ സ്ത്രീകൾ എന്ന് പറഞ്ഞൊരു അധ്യായം വിശുദ്ധ ഖുർആനിലുണ്ട്. അവിടെ അല്ലാഹു തആല പറയാണ്, നിന്റെ ഭാര്യയുമൊത്ത് നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അവളുടെ സ്വഭാവവും പെരുമാറ്റവും വീട്ടിലെ മര്യാദകളുമൊക്കെ വെച്ച് നോക്കിയാൽ നിന്റെ സ്വഭാവത്തോടും നിന്റെ താല്പര്യത്തോടും നേർവിപരീതമാകും. ആരും ഈ ദുനിയാവിൽ കൊതിച്ച് മോഹിച്ച സ്വപ്നം കണ്ട അതേ ജീവിതം ഇവിടെ സാധ്യമല്ല. എന്നാൽ നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ അത്തരത്തിൽ നിന്റെ ഇണയിൽ നിന്ന് പിണങ്ങിപ്പോകുന്ന അവസ്ഥ, ദേഷ്യം പിടിച്ച് ജീവിതത്തിൽ നല്ല പോലെ മുന്നോട്ട് പോകാത്ത അവസ്ഥ നിനക്ക് വന്നാൽ, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾ പിണക്കത്തെ ഭയപ്പെടുകയാണെങ്കിൽ, അവർ അനുസരണക്കേട് കാണിക്കുന്നത് നിന്നെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ അവളെ ഇട്ടെറിഞ്ഞ് നീ പോകരുത്, അവളെ നീ മാറ്റി നിർത്തരുത്. പകരം ഫഇദൂഹുന്ന, ആദ്യ സ്റ്റെപ്പായിക്കൊണ്ട് നീ അവളോട് പെരുമാറേണ്ടത് അവൾക്ക് നല്ല ചില ഉപദേശം കൊടുക്കണം. ഇതിന് കൗൺസിലിംഗ് എന്നോ സുൽഹെന്നോ എന്ത് ചർച്ച വിളിച്ചാലും കുഴപ്പമില്ല. അവൾക്ക് നല്ല ചില ഉപദേശം കൊടുക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെയുണ്ട്, എനിക്ക് ഇന്ന ഇന്ന ഇഷ്ടങ്ങളൊക്കെ നിന്നോട് എനിക്കുണ്ട്, എന്നാൽ നിന്റെ ഇന്ന ഇന്ന പെരുമാറ്റങ്ങൾ എനിക്ക് പറ്റുന്നില്ല, ആ നിലക്കുള്ള നിന്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. അങ്ങനെ നല്ല രൂപത്തിൽ ഇസ്ലാമിക സംവിധാനങ്ങളെ പരിചയപ്പെടുത്തി അവർക്ക് നല്ല ഉപദേശം നീ കൊടുക്കണം. എന്നിട്ട് പിന്നെയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. വീണ്ടും അവളിൽ ഇതേ പ്രശ്നങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഇ, ഖുർആനിലാ പറയുന്നത്, ഏതെങ്കിലും ഫിഖ്ഹിന്റെ മസലയിലേക്കല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, പിന്നെയും അവളിൽ അതുപോലത്തെ സ്വഭാവ ദൂഷ്യ പെരുമാറ്റങ്ങൾ നീ കണ്ടാൽ അപ്പോഴും നീ ഉപേക്ഷിക്കരുത് അവളെ. വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഇ, അടുത്ത സ്റ്റെപ്പ് നീ അവളെ കിടപ്പറയിൽ നിന്ന് മാറി നിൽക്കണം. ഏതൊരു സ്നേഹമുള്ള പെണ്ണാണെങ്കിലും തൻ്റെ മണിയറയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ക്രൂശിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. നന്നാകാൻ വേണ്ടിയാണ്, ഒരു പണിഷ്മെന്റ് രീതിയാണ്. അങ്ങനെ തൻ്റെ ഭർത്താവ് ഭാര്യയിൽ നിന്ന് മാറി നിന്നുകൊണ്ടൊരൽപ്പം അവളിൽ ഒന്ന് ചിന്തിക്കാനും ഓർമ്മിക്കാനും നന്നാകാനും അടുത്ത ചാൻസ് കൊടുക്കുകയാണ്. വീണ്ടും അതേപടി അവളിലെ ദുശീലങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ മോശമായി തുടരുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വദുരിബൂഹുന്ന, നിങ്ങൾ അവരെ അടിക്കുക. ശ്രദ്ധിക്കണം, പലപ്പോഴും ഈ ഭാഗം മാത്രം ഭാര്യമാരെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ബുദ്ധിയില്ലാത്ത യുക്തിയില്ലാത്ത യുക്തിവാദികളെ, ആ അടിയെക്കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പരിക്ക് പറ്റാത്തതാവണം, മുറിവേൽക്കാത്തതാകണം, മുഖത്തടിക്കുന്ന രൂപത്തിലാകരുത്. ഇത് ഒരു സ്നേഹത്തിൻ്റെ പേരിൽ ദാമ്പത്യത്തിൽ മനോഹരമായി മുന്നോട്ട് പോകാൻ വേണ്ടി തൻ്റെ ഭർത്താവ് നടപ്പിലാക്കുന്ന ഒരു രീതിയാണ്. അതൊരിക്കലും അവളെ കൊല്ലാനും തല്ലിക്കൊല്ലാനും ഇല്ലാതാക്കാനുമല്ല, നന്നാകാൻ വേണ്ടി നമ്മളൊക്കെ നമ്മുടെ മക്കൾക്കിടയിൽ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ചില പണിഷ്മെൻ്റാണ്.
അത് മുറിവേൽപ്പിക്കുന്നതാകരുത്, മുഖത്തടിച്ച അവസ്ഥയാകരുത്. അങ്ങനെയും മാത്രയും രൂപത്തിലുള്ളതെല്ലാം കഴിഞ്ഞിട്ട് അവൾ നിന്നെ അനുസരിച്ചാൽ, എന്നിട്ട് നന്നാവാൻ തീരുമാനിച്ചാൽ അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഫലാ തബ്ഗൂ അലൈഹിന്ന സബീലാ, പിന്നെ നിങ്ങൾ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കരുത്, പിന്നെ പിണങ്ങി നിൽക്കരുത്, പിന്നെ വഴക്കുണ്ടാവരുത്, പിന്നെ തൊലാഖിനെ പറ്റി ചർച്ച ചെയ്യരുത്. നന്നായവരാണല്ലോ, പിന്നെ പഴയ കാര്യങ്ങൾ തോണ്ടിയെടുക്കരുത്. ഇതൊക്കെ കഴിഞ്ഞുപോയി, ഇനി അത് ചർച്ച ചെയ്യരുത്. ഖുർആൻ പറയാണ് വഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ, ചിലപ്പോൾ അതോടെ നന്നാവും, ചില ഘട്ടങ്ങളിൽ അവിടെ നന്നാവില്ല. അങ്ങനെ നിങ്ങൾക്കിടയിൽ പിരിഞ്ഞേ പറ്റൂ എന്ന അവസ്ഥ നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റക്കങ്ങോട്ട് തീരുമാനിക്കരുത്. നമ്മളൊരു ദേഷ്യപ്പുറത്ത് എന്തോ ഒരു വൈകാരിക തലത്തിൽ പെട്ടെന്നുണ്ടായൊരു തോന്നൽ അങ്ങോട്ട് പിരിയാൻ തീരുമാനിക്കരുത്. വഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ, അവർക്ക് രണ്ടുപേർക്കിടയിലും പിരിയണം എന്നത് ഭയപ്പെടുകയാണെങ്കിൽ ഫബഅസൂ ഹകമൻ മിൻ അഹ്ലിഹി, ഉള്ളിലുള്ള അവസ്ഥ, ഉള്ളിലുള്ള ആളുകളെ കൊണ്ട് ശരിയാക്കാൻ കഴിയാതെ വരുമ്പോൾ അവന്റെ കുടുംബത്തിൽ നിന്ന് ചില മധ്യസ്ഥന്മാരെ നിയോഗിക്കണം. വഹകമൻ മിൻ അഹ്ലിഹാ, അവളുടെ കുടുംബത്തിൽ നിന്ന് മധ്യസ്ഥന്മാരെ നിയമിക്കണം. എന്തിനാ? ഇവരെ എങ്ങനെയെങ്കിലും നന്നാക്കാൻ പറ്റുമോ എന്നാ നോക്കുന്നത്. അങ്ങനെ മധ്യസ്ഥന്മാർ ഇരുന്നു. ഈ ഒരീദാ ഇസ്ലാഹൻ, അവർ രണ്ടു കൂട്ടരും കൂടി ഈ രണ്ട് ബന്ധങ്ങളെ ഒന്നാക്കി നന്നാക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ, പരമാവധി പിരിയാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, യുവഫിഖില്ലാഹു ബൈനഹുമാ, അല്ലാഹു അവർക്കിടയിൽ ഒരു രഞ്ജിപ്പും ഒരു ഐക്യവും ഇട്ടുകൊടുക്കുന്നതാണ്. എങ്ങനെങ്കിലും നന്നായി പോണെന്ന് അങ്ങോട്ട് തീരുമാനിച്ച് ചർച്ച ചെയ്ത് സുൽഹുണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്തെങ്കിലും ഒരു പോയിന്റിൽ അവർ നന്നാകാൻ സാധ്യതയുണ്ട്. യുവഫിഖില്ലാഹു ബൈനഹുമാ, അവർക്കിടയിൽ അള്ളാഹുവിൻ്റെ ഒരു ഐക്യവും രഞ്ജിപ്പും പടച്ചൊട്ടു കൊടുക്കും. അങ്ങനെയല്ലേ എത്ര ചർച്ചകൾക്കിടയിൽ എത്ര ബന്ധങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നു. എത്ര സന്ദർഭങ്ങളിൽ എത്ര കേസുകളിൽ കോടതി മുറ്റത്ത് വരെ പരിഹരിക്കപ്പെടാത്ത കേസുകൾ രണ്ട് മധ്യസ്ഥന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നപ്പോൾ എത്ര പ്രശ്നങ്ങൾ തീർത്തു പോയിട്ടുണ്ട്. സഹോദരങ്ങളെ, സൂറത്തു നിസാഇന്റെ 128 ശ്രദ്ധിച്ചോളൂ. വസ്സുൽഹു ഖൈർ, ചർച്ച ചെയ്യുമ്പോൾ എന്തിനാണ്? സുൽഹാണ് ഖൈർ, പിരിയലല്ല, ഭിന്നിക്കലല്ല, തൊലാഖല്ല പരിഹാരം, അല്ലെങ്കിൽ ഖൈറതല്ല, മറിച്ച് വസ്സുൽഹു ഖൈർ, പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് നന്നായി മുന്നോട്ട് പോകുന്ന സുൽഹുണ്ടാക്കലാണ് ഖൈർ. എത്ര കൃത്യമാണ് ഇസ്ലാം ഈ രീതി മുന്നോട്ട് വെക്കുന്നത്. ഇനി പിരിയണ്ടി, രണ്ടുപേർക്കും പിരിയണ്ടി വന്നാൽ ആത്മഹത്യയല്ല പരിഹാരം, വിഷം കുടിക്കലല്ല പരിഹാരം. മാതാപിതാക്കളെ വീട്ടിനകത്തേക്കാക്കിയിട്ട് മകൻ തീയിട്ട് കൊന്നു. എന്തിനാണ്? സ്വത്ത് തർക്കമാണ് പ്രശ്നം. ഭാര്യയും മക്കളും കുടുംബം ഒന്നിച്ചടങ്കം വിഷം കുടിച്ചു മരിച്ചു. എന്തിനാണ്? മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രയാസം. എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുക. ഇസ്ലാം പറയാണ് പിരിഞ്ഞേ പറ്റൂ. ഒരു നിലക്കും ഈ ദാമ്പത്യത്തിൽ ഒരു സന്തോഷമില്ല, ഒരു മനസ്സമാധാനമില്ല, ഒരു സുഖകരമായ രാത്രി ഉറക്കം കഴിയുന്നില്ല എങ്കിൽ പിരിഞ്ഞേ പറ്റൂ. അവർ രണ്ടുപേരും പിരിയുകയാണെങ്കിൽ യുഗിനില്ല, പേടിക്കണ്ട, അല്ലാഹു ധന്യനാക്കും, പടച്ചോൻ സഹായിക്കും. അത് ഇത്രയും അള്ള പറഞ്ഞ നിയമ സംവിധാനങ്ങളൊക്കെ പാലിച്ച് നോക്കി ശ്രമിച്ച് പോന്നിട്ട് മുന്നോട്ട് പോണില്ലെങ്കിൽ അള്ള ധന്യനാക്കും. കുല്ലം മിൻ സഅതിഹി, അല്ലാഹുവിന്റെ വിശാലതയിൽ നിന്ന് അല്ലാഹ് അവരെ സഹായിക്കും. വകാന അല്ലാഹു വാസിഅൻ ഹകീമാ, അള്ള വിശാലതയുള്ളവനാണ്, മഹായുക്തിമാനാണ്. അതിന്റെ പേരിൽ അള്ളാന്റെ ശാപം ഉണ്ടാവൊന്നുമില്ല. ഒരു ബന്ധം പിരിയേണ്ടി വന്നൊരു ഘട്ടമാണെങ്കിൽ അതിൻ്റെ പേരിൽ പ്രശ്നമില്ല. അത് അത്യാവശ്യ ഘട്ടമാണെങ്കിൽ സ്വന്തം തീരുമാനമായി മാറാൻ പാടില്ല എന്നർത്ഥം. നല്ല ചർച്ചകൾക്കൊക്കെ ഒടുവിൽ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി സിമ്പിളായി 10 മിനിറ്റ് കൊണ്ട് ഇരുന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിലെ അത്തൊലാഖ് എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. 10 മിനിറ്റ് തൊലാഖ് എന്താന്ന് പഠിക്കുക. നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന തൊലാക്കൾ എന്താണ്? 10-20 കൊല്ലങ്ങളായി ഭാര്യ ഭർത്താവിനോട് മുണ്ടിയിട്ട് ഡിവോഴ്സ് ഇല്ലിട്ടില്ല, ഇരുന്നിട്ടില്ല, രണ്ടുപേരും മിണ്ടിട്ടില്ല.
ഇങ്ങനെ ഇനി ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടാണോ ഇനി നമ്മൾ നന്നാകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഒന്നുകിൽ മര്യാദയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ ജീവിക്കണം. നശിപ്പിക്കാനുള്ളതല്ല പടച്ചോൻ തന്ന ലൈഫ്, പടച്ചോൻ തന്ന ജീവിത വ്യവസ്ഥ. മാത്രമല്ല, നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, ഒരു മനുഷ്യൻ്റെ കുടുംബജീവിതം പാളപ്പിഴവുകളായാൽ അയാളുടെ ഇബാദത്തിൽ പോലും സമാധാനം ഉണ്ടാവില്ല, അയാൾക്ക് നിസ്കരിക്കുമ്പോൾ ആനന്ദം ഉണ്ടാവില്ല, അയാൾക്ക് മനുഷ്യരോട് പെരുമാറുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഭാര്യയുമായി, ഭാര്യൻ്റെ ഉപ്പയുമായി, ഭാര്യൻ്റെ ഉമ്മയുമായി, മക്കളുമായി വഴക്കിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് കച്ചവടത്തിലും ജീവിതത്തിലും ഒരു സന്തോഷം ഉണ്ടാവില്ല. എത്ര കോടികൾ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താലും ഇത് പരിഹരിക്കപ്പെടണം. സൂറത്തു ത്വലാഖിന്റെ 1-ാമത്തെ ആയത്ത്, നബിയേ, നിങ്ങൾ ആരെയെങ്കിലും ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ, ഇത് നബി തങ്ങൾക്കുള്ള നിയമമാണ്, എല്ലാവർക്കുമുള്ള നിയമമാണ്. രണ്ടാമത്, നിങ്ങൾ ഒരാളെ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ ഫത്വല്ലിഖൂഹുന്ന, നിങ്ങൾക്ക് അവരെ ത്വലാഖ് ചൊല്ലാം. എപ്പോ? ലിഇദ്ദതിഹിന്ന, അവരുടെ ഇദ്ദ കണക്കാക്കിയിട്ട് വേണം. ശുദ്ധികാലത്തെ അവരെ ത്വലാഖ് ചൊല്ലാൻ പാടൂ. മെൻസസ് പീരീഡിൽ, അശുദ്ധിയുടെ പീരീഡിൽ ത്വലാഖ് ചൊല്ലാൻ പാടില്ല. ഇദ്ദ കണക്കാക്കിയിട്ട് വേണം. അഹ്സുൽ ഇദ്ദ, ഇദ്ദ കണക്കാക്കുകയും വേണം. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ, നമ്മുടെ നാട്ടിലൊക്കെ 90% ആളുകളും ഇദ്ദ ഇരിക്കാറുണ്ട്. ഞാൻ 10% ഒഴിവാക്കാനുള്ള കാരണം, ഇപ്പൊ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് മരിക്കണതിന്റെ മുമ്പ് നീ ഇദ്ദ ഇരിക്കരുത്. ഇത് ഭർത്താവ് തീരുമാനിച്ചതല്ല, അള്ളാന്റെ തീരുമാനം ഇദ്ദ ഇരിക്കണം എന്നുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വിവാഹമോചനം കഴിഞ്ഞ ഡിവോഴ്സ് ചെയ്ത ഭാര്യ ഇദ്ദ ഇരിക്കാറുണ്ടോ? ഇദ്ദ ഇരിക്കണം. അവള് 2-ാമത്തെ ദിവസം ജോലിക്ക് പോവാ. അഹ്സുൽ ഇദ്ദ വത്തഖുല്ലാഹ റബ്ബക്കും, അല്ലാഹനെ സൂക്ഷിക്കണം. ത്വലാഖിന്റെ കാര്യം പറഞ്ഞിട്ടാ പറഞ്ഞത്, അല്ലാഹനെ സൂക്ഷിക്കണം. ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന, ഭർത്താക്കന്മാരെ നിങ്ങളുടെ താമസ സ്ഥലത്ത് നിന്ന്, വീട്ടിൽ നിന്ന് നിങ്ങൾ ഡിവോഴ്സാക്കി എന്ന പേര് പറഞ്ഞ് അവളെ പുറത്താക്കാൻ പാടില്ല. വലാ യഖ്റുജ്ന, അവൾ പുറത്ത് പോകാനും പാടില്ല. ഇല്ലാ അൻ യഅ്തീന ബിഫാഹിശത്തിൻ മുബയ്യിന, വ്യക്തമായ മ്ലേച്ഛതയായ വ്യഭിചാരം പോലെയുള്ള വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ. അല്ലെങ്കിൽ ഇദ്ദ ഇരിക്കേണ്ടത് ഭർത്താവ് താമസിക്കുന്ന സ്ഥലത്താണ്, ഭർത്താവിന്റെ കൂടെയാണ് ഇദ്ദ. എന്തിനറിയോ? അങ്ങനെ ആ മനുഷ്യന്റെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്. അവർ പിരിയാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മളിത് അന്ന് മുതൽ പരസ്പരം മിണ്ടാതെ ഒന്ന്, പിന്നെ രണ്ടുപേരും രണ്ട് പരത്തായിട്ട് താമസിക്കുന്നു. ഖുർആൻ പറയുന്ന വാക്ക് നോക്കട്ടോ, ഇത് അള്ളാന്റെ അതിർവരമ്പാണ്, അള്ള നിശ്ചയിച്ച നിയമങ്ങളാണ്. അള്ളാന്റെ അതിർവരമ്പ് ആരെങ്കിലും ലംഘിച്ച് നടന്നാൽ ഫഖദ് ളലമ നഫ്സഹ, അവനോട് തന്നെ ദുൽമാണ് ചെയ്യുന്നത്. കല്യാണത്തിന് നിയമമുണ്ട്, ത്വലാഖിന് നിയമമുണ്ട്. അത് പാലിക്കാത്തവൻ അക്രമമാണ് സ്വന്തത്തോട് ചെയ്യുന്നത്. അങ്ങനെ അവർ 3 മാസക്കാലത്തെ ശുദ്ധികാലഘട്ടം, 3 ശുദ്ധികാലം അവർ കഴിഞ്ഞാൽ, ഫൈദാ ബലഗ്ന അജലഹുന്ന, അവധി കഴിഞ്ഞാൽ, അവളുടെ ഇദ്ദാകാലാവധി കഴിഞ്ഞാൽ, ഫഅംസികൂഹുന്ന ബിമഅറൂഫ്, വേണമെങ്കിൽ ഭർത്താവിന് അവളെ തന്നെ സ്വീകരിക്കാം. 1-ാമത്തെ ത്വലാഖ് കഴിഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ അയാൾക്ക് തോന്നാണ് എന്തിനാ വെറുതെ കാണും വഴക്കൊക്കെ, അവളെ തന്നെ തിരിച്ചെടുക്കാൻ ഓപ്ഷനുണ്ട്. ഇനി അതല്ല, ഔഫാരിഖൂഹുന്ന ബിമഅറൂഫ്, അല്ല പിരിയണമെന്നാണ് തോന്നുന്നത്, ഇദ്ദ കഴിഞ്ഞാൽ പിരിയാം. പിരിയണമെങ്കിൽ ബിമഅറൂഫിൻ, മര്യാദയോടെ, തമ്മിൽ തല്ലിയല്ല, ചീത്ത പറഞ്ഞല്ല, പരസ്പരമുള്ള രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടല്ല, വളരെ മര്യാദയിൽ മാന്യമായിട്ട് പിരിയാം. ഇനിയും കാണേണ്ടവരാണ്, ഇനിയും നാട്ടിൽ ജീവിക്കേണ്ടവരാണ്, വളരെ മര്യാദയിൽ. അങ്ങനെ പിരിയുകയാണെങ്കിലും തിരിച്ചെടുക്കുകയാണെങ്കിലും സാക്ഷികൾ വേണം. കല്യാണത്തിന് കരാറ് സാക്ഷികൾ ഉണ്ടായില്ലേ? അതേപോലെ ഇത് കഴിഞ്ഞ് തിരിച്ചെടുക്കുകയാണെങ്കിലും സാക്ഷികളുടെ മുമ്പിൽ വെച്ച് അത് പറയണം. അല്ല, അവളെ ഒഴിവാക്കുകയാണെങ്കിലും സാക്ഷികളുടെ മുമ്പിൽ വെച്ച് പറയണം. എന്നിട്ട് ഖുർആൻ പറയാണ്, അല്ലാഹനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹ് പോംവഴി ഉണ്ടാക്കി തരും. ത്വലാഖുമായി ബന്ധപ്പെട്ട് പറയുന്നതിന്റെ ഇടയിൽ പറയാണ്, തഖ്വ പാലിച്ചാൽ അല്ലാഹ് പോംവഴി ഉണ്ടാക്കി തരും. ചിലപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആലോചന വരും.
ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല ആലോചനകൾ ലഭിച്ച് സുന്ദരമായ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കും. അള്ളാഹുവിൽ തഖ്വയോടെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ച് ജീവിച്ചാൽ അള്ള പോം വഴി ഉണ്ടാക്കി തരും, അള്ള റിസ്ക് ഉണ്ടാക്കി തരും. അള്ളാനെ തവക്കുലാക്കിയാൽ വമയ്യ തവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അള്ളാനെ തവക്കുലാക്കിയാൽ ഫഹുവ ഹസ്ബു, അവന് അള്ള മതിയായവനാണ്. തവക്കുല്, തഖ്വ, ഇതൊക്കെ ആവർത്തിച്ച് പറയാണ് ഈ വിഷയം പറഞ്ഞതിൻ്റെ ഇടയിൽ. അവസാനിച്ചില്ല. ഖുർആൻ പറയാണ് ഇനി ഈ രൂപത്തിൽ അവർ ജീവിച്ചു പോകുന്നത്. ചിലപ്പോൾ ചില സ്ത്രീകൾ അവർ വൃദ്ധരായിരിക്കും, വൃദ്ധയായ സ്ത്രീകളാണ്. മെൻസസ് പീരീഡ് കണക്കാക്കാൻ കഴിയില്ല. 3 ശുദ്ധികാലമാണ് ഇരിക്കേണ്ടത്. പക്ഷെ ഇവർക്ക് അങ്ങനെ ശുദ്ധിയും അശുദ്ധിയും വേർതിരിക്കാൻ ഇവർക്ക് ഹൈദില്ല. അവർ സ്റ്റോപ്പായിട്ടുണ്ടെങ്കിലോ ആർത്തവത്തിന്റെ കാര്യത്തിൽ നിരാശരായിരിക്കുന്ന ആളുകൾ, നിലച്ചുപോയ ആളുകൾ, മിൻ നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളിൽ, ഇനിർതബതും ഫഇദ്ദതുഹുന്ന സലാസത അശ്ഹുർ, അല്ലെങ്കിൽ മെൻസസ് ഇതുവരെ ആകാത്ത ഒരു സ്ത്രീ, അവർ വിധവയായി അല്ലെങ്കിൽ അവർ ഡിവോഴ്സ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിലില്ലെങ്കിലും അങ്ങനെയൊക്കെയുള്ള വിവാഹങ്ങൾ നടന്നിരുന്നൊരു സമയമാണെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ആർത്തവുമായി ബന്ധപ്പെട്ട വിഷയം അവർക്കുണ്ടെങ്കിൽ അവരെന്താ കണക്കാക്കുക? 3 മാസം കണക്കാക്കിയാൽ മതി. 3 അറബ് മാസം കണക്കാക്കിയിട്ട് അവരും ഇദ്ദയിരിക്കണം. ഇനി വിവാഹമോചനം നടന്നപ്പോൾ പെണ്ണ് ഗർഭിണിയാണ്, 4-ാം മാസത്തിലാണ്, 3-ാം മാസത്തിലാണ്, എപ്പോഴും ഉണ്ടാവില്ല, വഴക്കേ സമയത്ത് നടക്കാലോ. ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഒരു പെണ്ണിനെ ഡിവോഴ്സ് ആക്കുന്നതെങ്കിൽ അവൾ 2 മാസമല്ല 3 മാസമല്ല, അവൾ പ്രസവിക്കുന്നത് വരെ ഇദ്ദയിരിക്കണം. ആരാണ് ഇതൊക്കെ നാട്ടിൽ പറഞ്ഞു കൊടുക്കാറുള്ളത്? ഏത് കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു കാര്യം ദീനിൽ പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്? രാത്രിക്ക് രാത്രി 12 മണി വരെ സുലൈഖാ ബീവിന്റെ മുടിന്റെ മദ്ഹ് പറഞ്ഞ് കഥാപ്രസംഗം നടത്തും. വേറെ ഏതെങ്കിലും യൂസുഫ് നബിന്റെ സൗന്ദര്യത്തെ പറ്റിയിട്ട് മണിക്കൂറുകൾ നീളുന്ന പ്രഭാഷണങ്ങൾ നടത്തും. ലക്ഷക്കണക്കിന് രൂപന്റെ പിരിവ് നടത്തും. മഹല്ലുകളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ ആരാണ് ഇവിടെ പഠിപ്പിക്കാറുള്ളത്? ആ പെണ്ണ് പ്രസവിക്കുന്നത് വരെ അവൾ ഇദ്ദയിലാണ്. എന്നിട്ടും പറയുന്നത് ആരെങ്കിലും അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരും. ഇനി ഒരാൾ അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും, നിങ്ങൾ താമസിക്കുന്നിടത്ത് അവളെ താമസിപ്പിക്കണം. വലാ തുളാറൂഹുന്ന ലിതുളയ്യിഖു അലൈഹിന്ന, അങ്ങനെ ആ താമസിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ അവളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. ഏതായിരുന്നാലും ഞാൻ തീർക്കാൻ പോകല്ലേ, കുറച്ച് കഷ്ടപ്പെടുത്താം. ഭക്ഷണം കൊടുക്കാതിരിക്കുക, ചികിത്സ കൊടുക്കാതിരിക്കുക, വീട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂട്ടിയിടാൻ പാടില്ല. നിങ്ങൾ അവർക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. നീ കാരണത്താൽ ഗർഭിണിയായ നിന്റെ ഭാര്യക്ക് നീ ചെലവിന് കൊടുക്കണം. സംഭവം ഡിവോഴ്സ് പറഞ്ഞു, ശരിയാണ്, പക്ഷെ നീ ചെലവിന് കൊടുക്കണം. നീ കാരണത്താൽ അവൾ ഗർഭിണിയാണ്, അതിൻ്റെ ചിലവുകൾ നീ വഹിക്കണം. ഇനി അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് പാലൂട്ടണം, ചെലവിന് കൊടുക്കണം. കുഞ്ഞിനെ പാലൂട്ടണം, കുഞ്ഞിനെ സംരക്ഷിക്കണം, നിന്റെ കുഞ്ഞാണ്. നീ അവൾക്ക് കുഞ്ഞിനും ആവശ്യമായ ചിലവ് നീ വഹിക്കണം. നിങ്ങൾക്കിടയിൽ പരസ്പരം കൂടിയാലോചന ഉണ്ടാകണം. ഒറ്റക്ക് തീരുമാനിക്കണ്ട നമ്മൾ എന്താ ചെയ്യേണ്ടത്, എത്ര രൂപ ഒരു മാസം വേണ്ടി വരും, ഏത് ആശുപത്രിയിലാണ് കാണിക്കുന്നത്, ഒന്ന് കൂടിയാലോചിക്കേണ്ടതാണ്. വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. ഞാനൊരു സൂചന പറഞ്ഞിടുക. എൻ്റെ സഹോദരങ്ങളെ, ആധുനിക യുഗത്തിലെ നിസ്സാര കാരണങ്ങളുടെ പേര് പറഞ്ഞ് ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ, സ്വസ്ഥമായ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കിക്കൊണ്ടിരിക്കുന്നവർ, ചെറിയ ചെറിയ കാരണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വമ്പൻ പ്രശ്നങ്ങളാക്കി മാറ്റി പരസ്പരം വഴക്കിട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ രഹസ്യങ്ങളെ പുറത്തു പറയേണ്ടുന്ന അവസ്ഥകൾ എല്ലാം ഗൗരവത്തോടെ കാണാം. ഇസ്ലാമിൽ
ഒരു കാര്യം ഹലാലാക്കിയെങ്കിലും ഏറെ വെറുക്കപ്പെട്ട കാര്യം കൂടെയാണ് ത്വലാഖ് എന്ന് കൂടെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മതവിധികളെ ശരിയാവണ്ണമുള്ള സ്രോതസ്സൊന്ന് പഠിക്കാനും കുടുംബത്തിൽ ആ രൂപത്തിലുള്ള ഏതെങ്കിലും നിലക്കുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ മാന്യമായി അത് പരിഹരിക്കാനും ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകുവാനും നമ്മളൊക്കെ ആത്മാർത്ഥമായി ശ്രമിക്കണം. അല്ലാഹു നമുക്കെല്ലാം ഏറ്റവും നല്ല സുൽഹുള്ള ഖൈറുള്ള നല്ല ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വത്തു വൽ അഖവാത്തു ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ മതവിധികളെ കൃത്യമായ രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ 3 തരം ആളുകളുണ്ട്. ഒന്ന്, നന്നായി ഇൽമുള്ളവരാണ്. ആ ഇൽമ് അവർ പഠിക്കും, അവർ കേൾക്കും. ഖുതുബയിലൂടെ, ക്ലാസ്സുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, ഓൺലൈൻ മീഡിയകളിലൂടെ ധാരാളം അറിവ് നേടും. നേടിയ അറിവ് അമലു സ്വാലിഹാത്തായി കൊണ്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്യും. പള്ളിയിലേക്ക് നേരത്തെ വരണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എത്തണമെന്ന് ഇൽമുണ്ട്, അവർ നേരത്തെ വരികയും ചെയ്യും. ജമാഅത്ത് നമസ്കാരമാണ് എനിക്ക് ബാധ്യത എന്ന ഇൽമുണ്ട്, ജമാഅത്ത് നമസ്കാരത്തിനെ അടുത്തു. സുന്നത്ത് നോമ്പുകൾക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കും. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിച്ചു. അങ്ങനെ അറിയുകയും ചെയ്യും. അറിവനുസരിച്ചുകൊണ്ട് നന്നായി അതൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ല കുറച്ച് മനുഷ്യരുണ്ട്. രണ്ടാമതൊരു വിഭാഗമുണ്ട്, ഇൽമുൻ, അവർക്ക് നല്ല ഇൽമൊക്കെയുണ്ട്, വല അമലുൻ, അവർ പ്രവർത്തിക്കാൻ തയ്യാറല്ല. അവർക്ക് ധാരാളക്കണക്കിന് ഇൽമുണ്ട്, പല കാര്യങ്ങളും കേട്ടവരാണ്, വായിച്ചവരാണ്. കൊല്ലക്കണക്കിന് മദ്രസയിൽ നിന്ന് നമ്മൾ തുടങ്ങിയ ഇൽമാണ്. വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ദീനീ സ്ഥാപനങ്ങളിൽ നിന്ന്, സംവിധാനങ്ങളിൽ നിന്ന് എന്തെല്ലാം ഇൽമു പഠിച്ചു. പക്ഷേ അതിനനുസരിച്ച് യാതൊരു പ്രവർത്തനങ്ങളും അവരുടെ കൈകളിലില്ല. അവന് പഠിച്ച പ്രാർത്ഥനകൾ അവൻ ചെയ്യാറില്ല. അവന് ലഭിച്ചിരിക്കുന്ന അദബുകളുണ്ട്, ആ അദബ് അവൻ ശീലിക്കാറില്ല. ഇൽമില്ലാത്ത പ്രശ്നമല്ല, ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ഉലമാക്കന്മാര് പറഞ്ഞു, അവർ മഗ്ദൂബാണ്, ജൂതന്മാരെ പോലെ അള്ളാഹുവിൻ്റെ കോപം കിട്ടുന്ന വിഭാഗമാണ്. ശ്രദ്ധിക്കണം. 3, അമലുൻ, ചില ആളുകളുണ്ട്, അവർ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യും, ബിലാ ഇൽമിൻ, ഒരു കാര്യം പഠിക്കൂല. മറ്റേ ആളുകൾ നന്നായി ഇൽമ് അവനെ പ്രവർത്തിക്കും, പക്ഷെ അവർ ഇൽമുണ്ടാക്കൂല. ഇവർക്ക് തിരിച്ചാണ്, ഇവർ നന്നായി പ്രവർത്തിക്കും, ഒന്നും പഠിക്കൂല. എൻ്റെ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിച്ചു, ഇവരെ പറ്റി പല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ളാലീനാണ്, അവർ പിഴച്ചവരാണ്. ഇസ്ലാമിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഒരു നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ആ നമസ്കാരം ചെയ്യുന്നതിൻ്റെ രൂപം, അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ നജസ് എന്താണ്, തൊഹൂർ എന്താണ്, ത്വാഹിർ എന്താണ്, ഇത് പഠിക്കണം. ഒരു നോമ്പ് ഷഅബാനിൽ നമ്മൾ നോൽക്കുമ്പോൾ ഇത് ഇസ്ലാമിലുണ്ടോ, നബിൻ്റെ ചര്യയിലുണ്ടോ, സഹാബത്തിനുണ്ടോ, മദ്ഹബിൻ്റെ ഇമാമിക്കണോ, ഈ വിഷയത്തിൽ എന്താ പറഞ്ഞത്? ഷഅബാൻ 15 മാത്രം ഒരു നോമ്പ് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഷഅബാനിൽ നോമ്പുണ്ട്, എല്ലാ തിങ്കളും വ്യാഴവും നോമ്പുണ്ട്, കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെ നോമ്പുണ്ട്. ഷഅബാൻ 15 നോമ്പുണ്ട്, 14-നും 13-നും ഉണ്ട്. 15 മാത്രം ഒരു നോമ്പില്ല. ബറാഅത്ത് നോമ്പ് എന്ന് പറയുന്ന ഒരു നോമ്പ് ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവനറിയില്ല. അവൻ കേൾക്കുന്നു, നോമ്പെടുക്കുന്നു. മിഅ്റാജ് നോമ്പ് ഉണ്ടോ ഇല്ലെന്ന് അവൻ അറിയില്ല, അവൻ പഠിക്കുന്നില്ല, അവൻ മനസ്സിലാക്കുന്നില്ല, സമൂഹത്തിൽ അങ്ങനെ കാണുന്നു, അവൻ അത് ചെയ്യുന്നു.
100 റക്അത്ത് വരെ നിസ്കരിക്കുന്ന ആളുകൾ ശഅബാൻ 15 രാത്രി റഗായിബ് എന്ന പേരിൽ 100 റക്അത്ത് നമസ്കരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഇസ്ലാമിലുണ്ടോ? അതൊന്നും അവൻ അറിയില്ല. അവൻ പലതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ബിലാ ഇൽമിൻ, ഒന്നും പഠിക്കാതെ. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മൾ നമുക്കെതിരായി കൊണ്ടുള്ള അവസ്ഥ വരാതിരിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം അങ്ങ് അറിയാതെ അങ്ങോട്ട് പ്രവർത്തിക്കും. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ സംശയം ചോദിക്കുക. അതല്ല, ചെയ്യുന്നതിന് മുമ്പ് പഠിക്കണം. മയ്യുരിദില്ലാഹു ബിഹി ഖൈറാ, ആർക്കെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, അവനെ മതത്തിൽ പാണ്ഡിത്യമുള്ളവനാക്കും. പൈസക്കാരനാക്കുന്നല്ല, കോടീശ്വരനാക്കുന്നല്ല, നല്ല പാണ്ഡിത്യമുള്ളവനാക്കി മാറ്റും. അല്ലാഹ് ഖൈർ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർ നന്നായി പഠിക്കുന്നവരായി മാറും. അത് വലിയ ഖൈറാണ്. അള്ളാഹിന്റെ അടുത്ത് ദറജ ഉയർത്തുന്ന വിഭാഗം അവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ ഹസനത്ത് തരണേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ, അല്ലാഹു എനിക്ക് തഖ്വ തരണേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ നബി തങ്ങൾ എനിക്ക് അധികം നൽകണം എന്ന് പ്രാർത്ഥിച്ചത് എന്തിനാണ്? റബ്ബി സിദ്നി ഇൽമ, അധികം എനിക്ക് വേണമെന്ന് പ്രാർത്ഥിച്ചത് ഇൽമിന്റെ കാര്യത്തിലാണ്. എത്ര പേര് പ്രാർത്ഥിക്കലുണ്ട് എനിക്ക് ഇൽമു വേണമെന്ന്? സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു നാട്ടിൽ റിയാദുൽ ജന്നയുണ്ട്. നമ്മുടെ നാട്ടിലും അതുണ്ട്. റിയാദുൽ ജന്ന, സ്വർഗത്തിലെ തോട്ടമുണ്ട്. അതെവിടെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മറർതും ബിരിയാദുൽ ജന്ന, നീ ദുനിയാവിലെ ആ സ്വർഗത്തിന്റെ തോട്ടങ്ങളിലൂടെ നടന്നു പോകുമ്പോ ഫർതഊ, അവിടെ നിന്ന് നീ കയറി ചെന്ന് ആനന്ദിക്കാൻ ശ്രമിക്കണം. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഏതാണ് ദുനിയാവിൽ അങ്ങനെ ഒരു സ്വർഗത്തോട്ടം ഏതാണ്? മജാലിസൽ ഇൽമി, ഇൽമിന്റെ സദസ്സാ. ഒരു ദീൻ പഠിക്കുന്ന ഒരു സദസ്സുണ്ടോ? ഒരു വിജ്ഞാന വേദി ഉണ്ടോ? ഒരു അയൽക്കൂട്ടുണ്ടോ? ഒരു സദസ്സുണ്ടോ? ദീന് പഠിക്കാൻ പറ്റുന്ന ഒരു വേദി ഉണ്ടോ? അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നീ അവിടെ കയറി ആനന്ദം കണ്ടെത്തണം എന്ന് പറഞ്ഞത് റിയാദുൽ ജന്ന എന്ന വിശേഷിപ്പിച്ചത്. പിന്നൊരു കാര്യം നമ്മൾ തിരിച്ചറിയാം, ഒരിക്കലും അറിവ് നമ്മളെ തേടി ഇങ്ങോട്ട് വരില്ല. അൽ ഇൽമു യൻമു, ഇൽമ് വളർന്നുകൊണ്ടിരിക്കുന്നത് ബിത്തഅലീം, പഠിച്ചിട്ടേ നന്നാവൂ. അത് കിട്ടാൻ വേണ്ടി ഓടണം, അതിനുവേണ്ടി അന്വേഷിക്കണം, അതിനുവേണ്ടി പഠിക്കണം. പഠിക്കാൻ ഇറങ്ങുമ്പോൾ ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് ആ മനുഷ്യൻ. പഠിക്കാൻ പോണ മനുഷ്യൻ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പഠിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മൾ പറഞ്ഞയക്കുന്ന മക്കൾ സ്വർഗത്തിൻ്റെ വഴിയിലാണോ? എറണാകുളത്തെ ഒരു ഫ്ലാറ്റിൽ 26ാം നിലയിലെ മുകളിൽ നിന്ന് 9ാം ക്ലാസ്സുകാരൻ വീണത് സുഹൃത്തുക്കളെ അറ്റാക്ക് ബാധിച്ചിട്ടല്ല, തൻ്റെ സഹപാഠികളുടെ ക്രൂരമായ റാഗിംഗ് ആണ്. പഠിക്കാനായിട്ടാണ് അവര്, ഭയങ്കര ഇൽമാണല്ലോ. പക്ഷേ സ്വന്തം സഹപാഠിയോട് കാണിച്ച ക്രൂരത, കക്കൂസിന്റെ അവിടുത്തെ ആ ക്ലോസറ്റ് വരെ നക്കി തുടപ്പിച്ചു. നഊദു ബില്ലാഹ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. അത് ചെയ്യിപ്പിച്ച കുട്ടിയുടെ മനോനില നിങ്ങൾ വായിക്കുക. നമ്മുടെ മകനാണെങ്കിൽ നമുക്ക് എത്രമാത്രം നോവെന്ന് ചിന്തിച്ച്. ചെന്നൈയിലെ ഒരു കോളേജിന്റെ ഹോസ്റ്റലിൽ ഒരു പെൺകുട്ടി പ്രസവിച്ചു. വിവാഹം കഴിയാത്ത പെൺകുട്ടി പ്രസവിച്ചു. നമ്മുടെ ചക്കരക്കല്ലിൻ്റെ പരിസരങ്ങളിലെ മെഡിക്കൽ സ്റ്റോറുകളിൽ കോളേജ് വിദ്യാർത്ഥികൾ വന്ന് ഗർഭനിരോധന സാധ്യതകളെക്കുറിച്ച് അതിൻ്റെ ആവശ്യങ്ങൾ വന്ന് ചോദിക്കാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾ പറയൂ, വിദ്യാഭ്യാസം എവിടെ? ഇൽമ് എവിടെ? എന്താണ് ഇവർ പഠിക്കുന്നത്? അവരെ തിരിച്ചു കൊണ്ടുവരണം, അവരെ പഠിപ്പിക്കണം. അവർക്ക് യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഏത് പാറന്റെ ഉള്ളിലും ഏത് കോണിൽ നീ എന്ത് ചെയ്താലും കാണുന്നൊരു പടച്ചോനുണ്ട്. യാ ബുനയ്യ അഖിമിസ് സ്വലാ, പൊന്നുമോനെ നിസ്കരിക്കണം കേട്ടോ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അനിഷ്കുർലീ വലിവാലിദൈക്, എനിക്ക് നന്ദി കാണിക്കണം. നിന്നെ നൊന്ത് പ്രസവിച്ച, താരാട്ടുപാട്ടുപാടിയ, സ്നേഹത്തിന്റെ ചുംബനങ്ങൾ അർപ്പിച്ച, ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്റെ ജീവിതത്തെ പരാജയം സ്വപ്നം കാണാത്ത നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം മോനെ. ഇതാര് പറഞ്ഞു കൊടുക്കും? സിനിമാ നടന്മാർ കൊടുക്കുവോ?
ലിബറലിസ്റ്റുകൾ കൊടുക്കുമോ? യുക്തിവാദികൾ കൊടുക്കുമോ? പാർട്ടിക്കാർ കൊടുക്കുമോ? ഇല്ല. ദീനാണ് ഇതിൻ്റെ പരിഹാരം. നമ്മുടെ ക്യാമ്പസിലെ എല്ലാ ജീർണതകൾക്കും എതിരായി നമ്മുടെ വീട്ടിലെ കുട്ടികളെയെങ്കിലും നന്നാക്കണമെന്ന പ്ലാനിലാണ് കണ്ണൂർ ജില്ലയിലെ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാളെ രാവിലെ 8:30 മണി മുതൽ 2:30 മണി വരെ അവിടുത്തെ ചേംബർ ഹാളിൽ വെച്ചുകൊണ്ട് പ്രോഗ്രാം നടക്കുന്ന രക്ഷിതാക്കളെ, നിങ്ങളുടെ കുട്ടിനെ നിങ്ങൾ കൊണ്ടയാക്കണം. അവിടെ എത്തിയെന്നൊന്ന് ഉറപ്പിച്ചു തരണം നിങ്ങൾ. ഇനി ഒരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു മലക്ക് വന്ന് നമ്മളെ നന്നാക്കാൻ വരും, ഇനിയൊരു ഖുർആൻ വരാനില്ല. നമ്മളാണ് ഇനി നമ്മുടെ മക്കൾക്ക് ശരിയാവണ്ണത്തിൽ തർബിയത്ത് കൊടുക്കുന്നത്. അല്ലാഹു സ്വാലിഹീങ്ങളായി മക്കളാക്കി അവർ അനുഗ്രഹിക്കുമാറാകട്ടെ. ദീന് പഠിക്കാനുള്ള ഖുർആൻ പഠന ക്ലാസ്സുകൾ, സിയാറി ക്ലാസ്സുകൾ, മദ്രസ സംവിധാനങ്ങൾ എല്ലാത്തിലേക്കും നമ്മളെ ഏറ്റവും നല്ല ശ്രദ്ധയുണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളുടെ, നമ്മുടെ പള്ളി പല പ്രയാസങ്ങൾ കൊണ്ടും പരിമിതമാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ ഒരുപക്ഷെ ഒന്ന് കറണ്ട് പോയാൽ ചൂടോടുകൂടെയാണ് നമ്മൾ പലപ്പോഴും ഇരിക്കാറുള്ളത്. ആംപ്ലിഫയർ പോലും ചിലപ്പോൾ ഓഫായി പോവുകയാണ്. ഒരുപാട് ഇലക്ട്രിക്കൽ വർക്ക് ബാക്കി കിടക്കുകയാണ്. പള്ളിയുടേതായ മെയിൻ്റനൻസ്, ടോയ്ലറ്റുകളിൽ അസൗകര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടതാണ്. പലയിടത്തും പെയിൻറ്റിങ്ങിൻ്റെതായ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴായി ജനങ്ങളുടെ ആ നിലക്കുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കി തന്നെയും പണം കിട്ടാത്തതിൻ്റെ പ്രയാസം കൊണ്ട് ഈ പണികളെല്ലാം പെൻഡിങ്ങിലാണ്. എല്ലാവരും ഒന്ന് മനസ്സ് വിചാരിച്ചാൽ, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും പണി പെൻഡിങ് ആയിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ടൈൽസ് പൊട്ടിയിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും പോരായ്മയുണ്ടോ? എല്ലാം ഫിനിഷിംഗ് ആണ്. ഇത് അള്ളാൻ്റെ പള്ളിയാണ്, നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഈ വിഷയം വരുമ്പോൾ എല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞുകൊണ്ട് റമദാനിന് മുമ്പ് തീർക്കേണ്ട വലിയ പ്രധാനപ്പെട്ട ഒരു 3 ലക്ഷം രൂപൻ്റെ അടുത്ത് നമുക്ക് ആവശ്യമുണ്ട്. കഴിയാവുന്നവരൊക്കെ അള്ളാൻ്റെ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തുകൊണ്ട് ആ രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക. അള്ളാഹു നമ്മളെ എല്ലാം ഏറ്റവും നന്മയിലേക്ക് മുന്നോട്ട് പോകുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അള്ളാഹുവേ പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗികൾക്ക് ശിഫ നൽകണമേ റഹ്മാനെ. ഇസ്ലാമായതിൻ്റെ മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നവർക്കെല്ലാം പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ കൺകുളിർമയും സന്തോഷവും നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم ربنا توفنا مسلمين والحقنا بالصالحين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.